പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പുര നോട്ടീസിന്റെ പ്രകാശനവും ഫണ്ട് ഉദ്ഘാടനവും നടന്നു. ഫിലിം ഡയറക്ടറും ആക്ടറുമായ നിഖിൽ രഞ്ജി പണിക്കർ നോട്ടീസ് പ്രകാശനവും ഉദ്ഘാടനം ഡിവൈഎസ്പി കെ സദനും നിർവഹിച്ചു. പാലാ വെള്ളാപ്പാട് ശ്രീ വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ 1201 ആണ്ടിലെ തിരുത്സവ നോട്ടീസിന്റെ പ്രകാശനവും ഫണ്ട് ഉദ്ഘാടനവും ജനുവരി 18 ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു. യോഗം ഡിവൈഎസ്പി കെ സദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നോട്ടീസ് പ്രകാശന സമയത്ത് പോലും ഇത്രയും അമ്മയുടെ ഭക്തർ ഇവിടെ എത്തുന്നു പറയുമ്പോൾ അതിൽ റൈറ്റ് സൈഡിലെ യങ്സ്റ്റേഴ്സ് ഒരുപാട് ഇരിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു നാടിൻ്റെ സാംസ്കാരികപരമായിട്ടുള്ളതും ആ നാട്ടുകാരുടെ മതസൗഹാർദ്ദത്തിൻ്റെയും ഒത്തൊരുമയുടെയും പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത്. പാല എന്ന ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒത്തൊരുമിച്ച് വരുന്ന ഒരു പ്രദേശമാണ് പാല എന്ന് പറയുന്നത്. സിനിമാ നടൻ നിഖിൽ രഞ്ജി പണിക്കർ നോട്ടീസ് പ്രകാശനം നടത്തി. അപ്പം അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ മണ്ണിലേക്ക് ഇങ്ങനൊരു കർമ്മം നിർവഹിക്കാൻ എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. തിരുത്സവ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് കുന്നുംപുറം അധ്യക്ഷത വഹിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഇതിവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ. രണ്ടുപേരും ഇവിടെ വെള്ളാപ്പാട് ക്ഷേത്രത്തിലെ വരികയും ഇവിടെ വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്ന ഭക്തരാണ്. നമുക്കറിയാം, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന പാലാ ഡിവൈഎസ്പി ശ്രീ കെ സദൻ സാർ, അദ്ദേഹത്തിൻ്റെതായ ഔദ്യോഗിക ജീവിതത്തിൽ വളരെയധികം പ്രധാന വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. നമ്മുടെ ക്ഷേത്രത്തിലെ എന്താവശ്യങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു തരും. ആദ്യ ഫണ്ട് ഉദ്ഘാടനം രവീന്ദ്രൻ നായർ നന്ദനം വെള്ളാപ്പാട് നിർവഹിച്ചു. തണ്ടളത്ത് തേവർ സേവാ ട്രസ്റ്റ് ചെയർമാൻ മുരളീധരൻ, ഇന്ദിരാഭവൻ കടപ്പാട്ടൂർ, ബിജു കൊല്ലപ്പള്ളി, കൗൺസിലർമാരായ ബിജു പാലുപ്പടവൻ, ലീന സണ്ണി, ലാലം ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശിവൻകുട്ടി നടുപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുധീർ കമല നിവാസ് സ്വാഗതവും സെക്രട്ടറി സതീഷ് തെക്കേ നെല്ലിയാനിയിൽ കൃതജ്ഞതയും രേഖപ്പെടുത്തി. നിരവധി ഭക്തജനങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. ഐഫോറിയ ന്യൂസ്, പാല.